ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ബിജോയ്. അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള മെത്തേഡ്സാണ് ഞാൻ, അതായത് വർക്കിംഗ് മെത്തേഡ്സാണ് ഓരോ യൂട്യൂബ് ചാനലിൽ ഓരോ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് 10,000 രൂപ, 5,000 രൂപ, ചുമ്മാ ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 5,000, 6,000 ചുമ്മാ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊന്നും വർക്കാവില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും, വർക്കാവുമോ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതായത് ബാങ്ക് ഡീറ്റെയിൽസും നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഇതെല്ലാം റിസ്ക്കിലാവുകയാണ്. കാരണം എത്രത്തോളം ജെനുവിനാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ടീഷർട്ട് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ടീഷർട്ട് ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അത് നമുക്ക് നേരെ പോകണം. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഇതിന് ആദ്യം ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണം. ഓക്കെ, ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഐ ഡി തന്നെ ഉപയോഗിക്കാം, കാരണം ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ നേരെ ചെന്നിട്ട് ഗൂഗിളിൽ ചെന്നതിന് ശേഷം ടീസ്പ്രിംഗ് എന്ന് അടിക്കുക. ഓക്കെ, ടീസ്പ്രിംഗ് എന്ന് അടിക്കുക. ജസ്റ്റ് ടീസ്പ്രിംഗ് എന്ന് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാണും. ഇപ്പോൾ മൊബൈലുള്ളവർക്ക് മൊബൈലിൽ ചെയ്യാം, കമ്പ്യൂട്ടറുള്ളവർക്ക് കമ്പ്യൂട്ടർ ചെയ്യാം. എളുപ്പം കമ്പ്യൂട്ടറിൽ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതുപോലെ ഈ ടീസ്പ്രിങ്സിൽ ഇങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലോഡായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട് ടീസ്പ്രിംഗ് ഈസ് നൗ ഓൺ സ്പ്രിംഗ്, എ സിമ്പിൾ സൊല്യൂഷൻ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് സെല്ലിംഗ് പ്രോഡക്റ്റ് ദാറ്റ് എൻഗേജ് യുവർ ഫാൻസ് ആൻഡ് ഹെൽപ്പ് യു മോണിറ്റൈസ് യുവർ കണ്ടന്റ്, നോ കോസ്റ്റ്, നോ ഹസിൽ, നോ റിസ്ക്. അതായത് നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു പൈസയും കൊടുക്കേണ്ടതായിട്ടില്ല. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അവർ മാസം തോറും നമ്മളിൽ നിന്ന് പൈസ എടുക്കുമോ, കാരണം ഇതൊരു ഫ്രീ സൈറ്റാണ്. അങ്ങനെ ഒരു പൈസ അവർ ഈടാക്കുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ കുറച്ച് കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും, എന്നാൽ നമ്മളും കുറച്ച് കാര്യങ്ങൾ തന്നെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ അതായത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ കാണിക്കുന്ന, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറിൻ്റെ ട്രെൻഡ്സ് എന്ന് വെച്ചു, അപ്പോൾ അതാണ് നിങ്ങളുടെ കടയുടെ പേര്, അതായത് സ്റ്റോറിൻ്റെ പേര് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ഇഷ്ടം, നിങ്ങളുടെ പേര് യൂസ് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ പേര് ഉപയോഗിക്കുന്നതിനെ കാട്ടിയിട്ടും എന്താ പറയുക, ഒരു പുതിയൊരു പേര് കണ്ടുപിടിക്കുക, കറക്റ്റായിട്ടുള്ളൊരു. ഇപ്പോൾ ടീസ്പ്രിംഗ് എന്ന് അവരിട്ടിരിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള യൂട്യൂബ് ചാനലിനൊക്കെ നമ്മൾ പേരിട്ടില്ലേ, അതേപോലത്തെ ഒരു പേരിട്ട് എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, ഇതെൻ്റെ ഇമെയിൽ ഐ ഡി. എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നിട്ട് സൈനപ്പ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പാസ്വേഡും കൂടെ അടിച്ചു കൊടുക്കുക. ഇത് ഇത്രയും ചെയ്യാൻ മടിയുള്ളവർക്ക് താഴെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷനുണ്ട്, ഫേസ്ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്റ്റർ ആയിക്കോളും. അതായത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ഓപ്പണായി കിട്ടും. ഈ സ്റ്റോറിൻ്റെ പേര് അപ്പോൾ ഗൂഗിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഗൂഗിളിൽ ചിലവരുടെ പേര് വെച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ പേര് ബിജോയ് എന്ന് വെച്ചിട്ട് തുടങ്ങിയതുകൊണ്ട് ബിജോയ് എന്നായിരിക്കും അതിൽ കാണിക്കുന്നത്. അപ്പോൾ സ്റ്റോറിൻ്റെ പേര്, അതായത് ബ്രാൻഡ് നെയിം എന്ന് കാണിക്കുന്നത് ബിജോയ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് അത് സെറ്റിങ്സിൽ ചെന്നിട്ട് പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിളായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് പാസ്വേഡിൻ്റെ കാര്യം വേണ്ട, പാസ്വേഡ് ഇല്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇത്രയും ഒന്ന് കറക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ വെച്ച് സൈനപ്പ് ചെയ്യുക. ആ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഇൻ്റർഫേസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഇൻ്റർഫേസ് വരുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് എൻ്റെ പ്രോഡക്ട്സ് ആരും ഓർഡർ ചെയ്തിട്ടില്ല, പ്രോഫിറ്റും ഇല്ല, ഒരു എമൗണ്ടും കിട്ടിയിട്ടുമില്ല. അപ്പം നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ഒരു എന്താ പറയുക, കഷ്ടപ്പാടിൻ്റെ ഫലം ഇതിൽ കിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ ഇരുന്നും കൊണ്ടിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. കാരണം ഇതൊരു മെർച്ചൻറ്റ് സ്റ്റോറാണ്. അതായത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ആരെയും കൊണ്ടൊക്കെ വാങ്ങിപ്പിക്കണം. അതായത് ഇപ്പോൾ യൂട്യൂബ് നടത്തുന്ന ഒരാൾക്ക് ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ട് നിങ്ങൾ എൻ്റെ നല്ല ഷർട്ട് കണ്ടോ, പുതിയൊരു ഷർട്ട്, പൊളി ഷർട്ട്, കിടിലൻ ഷർട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വായിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്നത് അമേരിക്ക, യൂറോപ്പ്, അങ്ങനത്തെ ഒരു യൂറോപ്യൻ ടൈപ്പ് കൺട്രീസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടീഷർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് ടീഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ടീഷർട്ടാണ്, അതുപോലത്തെ ഒരു ടീഷർട്ട് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയി തന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് എൻ്റെ നെയിമും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഡെമോ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടോ, അതുണ്ടാണ്ട് ഇതേപോലെ. അപ്പം ഇതിൻ്റെ അകത്ത് ടീഷർട്ട് മാത്രമല്ല, ഇഷ്ടംപോലെ പ്രോഡക്റ്റ്സ് ഉണ്ട്. അതായത് ഇപ്പം വാട്ടർ ബോട്ടിൽസ് തുടങ്ങിയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പൗച്ച് വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും.
അപ്പം ഇത് നമ്മൾ വർക്ക് ചെയ്യണം. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കണം. കാരണം ഇവർ ഇടനിലക്കാരായിട്ട് നിൽക്കുകയാണ്. അതായത് പ്രോഫിറ്റ് ഇവർ ഒരു എന്തോന്നു 50 ആണെന്നാണ് തോന്നുന്നത്, 50 അല്ലെങ്കിൽ 30 to 50 ഇവരെടുക്കും. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരും. അതായത് ഇപ്പം ഇതിലൊരു $20 ഒരു ടീഷർട്ടിൻ്റെ വില വരുന്നത്. $20 എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര വരും, ഒരു 1000 രൂപ, 1200 ആ റേഞ്ച് വരും. അപ്പോൾ ആരെങ്കിലും ആ ഒരു ബനിയൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഇത് നമ്മുടെ ഡിസൈനിന് അനുസരിച്ചിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമുക്ക് പകുതിയായിട്ട് കിട്ടും. ഇപ്പോൾ 1200 600 ഒറ്റ സെയിലിലാണ്. അപ്പോൾ 10 ടീഷർട്ട് നിങ്ങളിൽ നിന്ന് സെയിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 600 വെച്ചിട്ട് 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനൊന്നും മറ്റേ ഈ എന്താ പറയുക ബാങ്ക് അക്കൗണ്ടോ ക്രെഡിറ്റ് കാർഡോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണും. ഇത് ഞാൻ എത്ര ഉണ്ടെന്നുള്ള അതൊന്നും കാര്യമില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലേ ഉള്ളൂ. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പേ ഔട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് അത് ആരെങ്കിലും സെയിൽ ചെയ്യുന്നതല്ലേ. നിങ്ങൾ പേപ്പാലും അല്ലെങ്കിൽ പൈനിയർ ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ. പൈനിയർ ആയിരിക്കും. യുവർ കാർഡ് ഡോണ്ട് ഹാവ് എനി പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് അതൊട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് പേപ്പാൽ അക്കൗണ്ട് നിങ്ങൾക്ക് മതി. ഓക്കെ, ഞാൻ നേരെ ഹോമിലോട്ട് ചെന്നിട്ടുണ്ട്. ഹോമിലോട്ട് ചെല്ലുമ്പോൾ എന്താ അത്രേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പ്രോഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് പ്രോഡക്റ്റ് നമുക്ക് എന്തിടാൻ പറ്റും, മനസ്സിലായില്ലേ? ചുമ്മാ ചെന്നിട്ട് നമുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വേണം, അതായത് ക്യാൻവ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ക്യാൻവ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അതായത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇത് ഉദാഹരണം കാണിച്ചു തരാം. ക്യാൻവ എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ ഓൾറെഡി ലോഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻവ വന്നത്. അല്ലെങ്കിൽ അവിടെ ക്യാൻവ എന്ന് എഴുതി കാണിക്കുക, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്രോമൊക്കെ മതി. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും കിട്ടും, അല്ലാതെ വിൻഡോസിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. നേരെ ക്യാൻവയിൽ പോവുക. ക്യാൻവ ഓക്കെ, ഇത് അതാണ്. എന്നിട്ട് ക്രിയേറ്റ് എ ഡിസൈൻ എന്നുണ്ടാവും റൈറ്റ് സൈഡിൽ. ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് കൊടുക്കുക. എന്നിട്ട് കസ്റ്റം സൈസ് കൊടുക്കുക. കസ്റ്റം സൈസ് കൊടുക്കുമ്പോൾ നമുക്ക് വിഡ്ത്തും ഹൈറ്റും നമ്മുടെ കസ്റ്റമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം വിഡ്ത്ത് എപ്പോഴും കുറഞ്ഞിരിക്കുക. ടീഷർട്ട് നമ്മൾ നീളം വാക്കായത് കൊണ്ടിട്ട് വിഡ്ത്ത് എപ്പോഴും കുറഞ്ഞിരിക്കുക. അത് ഞാനിപ്പോൾ ഒരു 4000 പിക്സൽസ് ചുമ്മാ ജസ്റ്റ് ഒന്ന് 4000 ഒന്ന് അടിക്കുന്നു. ഇവിടെ PXN നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഹൈറ്റ് 5000. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുകയാണ്. ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് പുതിയൊരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്, കണ്ടോ? അതായത് ഫുൾ ബ്ലാങ്ക് ആണ്. ഇനിയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ആ വെള്ള സാധനത്തിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷന് ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ PC വെച്ച് ചെയ്യണമെങ്കിൽ എളുപ്പമായിരിക്കും, മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പം ഉദാഹരണത്തിന് ബ്ലാക്ക് ആക്കുകയെന്ന് വെച്ചോ. ബ്ലാക്ക് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് കസ്റ്റം കളേഴ്സ് വരുന്നുണ്ട്, അല്ലാതെ നമുക്ക് കസ്റ്റം ചെയ്യാനും പറ്റും. ഇഷ്ടമുള്ള ഒരു കളർ എടുത്തിട്ട് നമ്മുടെ പച്ചയെങ്കിൽ പച്ച, നീലെങ്കിൽ നീല. ഞാനിപ്പോൾ ഒരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലൂ എടുത്തു. എന്നിട്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഡിസൈനിൻ്റെ സെക്ഷനാണ്. എലമെൻറ്റ്സിൽ പോകും. എലമെൻറ്റ്സിലാണ് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടണം. അതായത് ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഡോഗിൻ്റെ അല്ലെങ്കിൽ വേണ്ട ഡോഗല്ല ഫ്ലവേഴ്സ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫ്ലവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഫ്ലവേഴ്സിൻ്റെ ഇമേജസ് കിട്ടും. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കിരീടത്തിൻ്റെ പടം പോലെ കിടപ്പുണ്ട് കുറച്ച് കാര്യങ്ങൾ. അത് പ്രോ അക്കൗണ്ട് മാത്രമേ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും കിട്ടുള്ളൂ. അതായത് പ്രോ അക്കൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം 450 എന്തോ വരും. പൈസ ഉള്ളവരൊക്കെ പ്രോ അക്കൗണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ആയിട്ടുള്ളതിന് ഒരു ലോഗോ കാണിക്കില്ല. അതായത് ഞാൻ ജസ്റ്റ് ഈ ഒരു മഞ്ഞപ്പൂ എടുത്ത് വെച്ചു. മഞ്ഞപ്പൂ ഓക്കെ. അപ്പം മേജിക് റെക്കമെൻഡേഷനായിട്ട് ഇവർ കുറേ കാണിക്കുന്നുണ്ട്, അതിനെല്ലാം പൈസ കൊടുക്കണം. ഈ മഞ്ഞയ്ക്ക് പൈസ കൊടുക്കണ്ട. ഓക്കെ, ഞാൻ ഈ പഴയ ആദ്യം നമ്മൾ എടുത്തതിനെ കളഞ്ഞിട്ട് ഇത് വയ്ക്കാം. ഇത് കൊള്ളാം അല്ലേ? ഓക്കെ. എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഡെമോ മാത്രമാണിത്. എന്നിട്ട് ആഡ് എ ഹെഡിങ്. ഈ ആഡ് എ ഹെഡിങ്ങിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് ആയിട്ട്, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫോണ്ടുകൾ, അതായത് ഓരോ മോഡലിന് ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഉദാഹരണത്തിന് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഒരു പ്രാവശ്യം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഞാൻ ഇച്ചിരി വലുതാക്കിയിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് കീപ്പ് കാം എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. കീപ്പ് കാം.
അപ്പോൾ എൻ്റെ ടീഷർട്ടിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കീപ് കാം. അതായത് ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ്സിൽ പോകും. ഓക്കെ, അപ്ലോഡ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഇടാൻ പറ്റും. പക്ഷേ ഫോട്ടോസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് കോപ്പിറൈറ്റ് ലോ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾ എടുക്കുന്നത് പോയിട്ട് ബാക്കി ഇൻ്റർനെറ്റിൽ നിന്ന് ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഓരോ ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങളെ മറ്റേ സ്റ്റോറ് അവർ ഡിലീറ്റ് ആയി കളയും. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിപ്പം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ എവിടെ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഇമേജസും വീഡിയോസൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നും കോപ്പിറൈറ്റോ ഒന്നുമില്ലാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെങ്കിൽ ചുമ്മാ ഒരു നീല വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഷെയറിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് PNG ഉണ്ട്, JPG ഉണ്ട്, PDF ഉണ്ട്, PDF പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമുക്ക് ഇമേജായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നേരെ പോയതിന് ശേഷം PNG അവർ പറയുന്ന അതേ സാധനം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഈ ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പൈസ കൊടുക്കേണ്ടി വരും. നമ്മളപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അങ്ങ് വയ്ക്കാം. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഡൗൺലോഡ് സ്റ്റാർട്ടാവും. ഈ ഡൗൺലോഡ് സ്റ്റാർട്ടായി കഴിഞ്ഞ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി ശേഷം നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ടീസ്പ്രിങ്ങിലോട്ട് പോകാം. ടീസ്പ്രിങ്ങിലോട്ട് പോകുമ്പോൾ ക്രിയേറ്റ് എ പ്രോഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്രിയേറ്റ് എ പ്രോഡക്റ്റ്. അപ്പോൾ ക്രിയേറ്റ് എ പ്രോഡക്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലോഡിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ, അതായത് ബെസ്റ്റ് സെല്ലേഴ്സ്, അതായത് ഇതിൻ്റെ അകത്ത് ഹുഡി, നമ്മുടെ ടീഷർട്ട്, മഗ്, നമ്മുടെ ക്യാപ്പ്, ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ബാഗ്, ബുക്കിൻ്റെ, അതായത് മറ്റേ ജിക്സോ പസിൽ, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതായത് എല്ലാ പ്രോഡക്റ്റ്സും അവൈലബിൾ ആണ്. അതായത് ഏത് പ്രോഡക്റ്റ് വേണോ നിങ്ങൾക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു കംഫർട്ട് ടീഷർട്ട് എടുക്കുകയാണ്. കംഫർട്ട് ടീഷർട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. ആദ്യം ആഡ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ നേരത്ത് തന്നെ ഇപ്പം ഞാൻ അടിച്ചിട്ടുണ്ട് കീപ് കാം. ഞാൻ സേവ് ചെയ്ത് വെച്ച ഫയൽ അതിനെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം അവർ തന്നെ അപ്ലോഡ് ആയിക്കോളും. അപ്ലോഡിങ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ അത് പ്രിൻ്റ് ക്വാളിറ്റി ഗ്രേറ്റോ അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ടുള്ളത് വരിക. നിങ്ങൾക്ക് ഒരു മീഡിയം ഇങ്ങനെ പ്രിൻ്റ് ക്വാളിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സൊക്കെ ഇത് ഒരു പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് റിവ്യൂ കിട്ടാൻ ആയിട്ടുള്ള ചാൻസ് കുറവാണ്. അതായത് എന്താ പറയുക, ഒരുമാതിരി പിരിന്നിരിക്കും, ക്വാളിറ്റി കാണില്ല. ഇപ്പോൾ ഇവർ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. നമുക്കിതിൻ്റെ അകത്ത് എവിടെ വയ്ക്കണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് എവിടെ വയ്ക്കണമെങ്കിൽ എവിടെ വയ്ക്കാം. ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫുള്ളാക്കി കൊടുക്കാം, ഇഷ്ടമുള്ളതുപോലെ. ക്വാളിറ്റി എന്നാലും മാറാൻ പാടില്ല. ഞാനിപ്പോൾ കീപ് കാം എന്നുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യാണ്. കീപ് കാം എന്ന് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കളേഴ്സ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ വൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ എന്ത് ചെയ്യുക, ബ്ലാക്കിന് കൊള്ളാം. ചേരുന്നത് മാത്രം എടുത്താൽ മതി. ഏതാണ്ട് 5 എണ്ണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ കളർ എടുത്തിട്ടുണ്ട്. വയലറ്റ് വേണ്ടല്ലേ, മഞ്ഞ വേണ്ട, നീലയും വേണ്ടല്ലേ. ഓക്കെ, നമുക്ക് അപ്പം ഇത്രയും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടെന്ന് അറിയുന്നത് മെയിനായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഡിസൈൻ ഏതെന്നുള്ളത് അവിടെ ടോപ്പിൽ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ബ്ലാക്കാണ് ആൾക്കാരെ കാണിക്കാനായിട്ട് ഇഷ്ടം. എന്നിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ പോയതിന് ശേഷം കണ്ടിന്യൂ. നമുക്ക് കണ്ടോ, ഇതിന് $23 അവർ പറയുന്ന വില. നമുക്ക് ഇത് ഒരു പ്രാവശ്യം നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ $7.73 കിട്ടും. അതായത് $7 നമുക്ക് ഈ ഒരൊറ്റ സിംഗിൾ പീസ് വിറ്റ് പോയി കിട്ടുന്നത്. അതായത് 10 വിറ്റ് കഴിഞ്ഞാൽ $70 നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പ്ലസ് ഓപ്ഷൻസ് കാണിക്കും. പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഗ്, അതായത് യൂണിസെക്സ്, അതായത് ആണുങ്ങൾക്കും പെൺപിള്ളേർക്കും ഉപയോഗിക്കാൻ പറ്റിയുള്ള ടീഷർട്ട്സ്, ഹുഡീസ്, പിന്നെ ഡൈ കട്ട് സ്റ്റിക്കേഴ്സ്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ബാഗ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഫോണിൻ്റെ ക്ലിയർ കേസ്. ഐഫോണിൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാ മോഡൽസും വരും. നമ്മൾ ജസ്റ്റ് അങ്ങ് നമ്മളെ ഡിസൈൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതായത് ഐഫോണിനൊന്നും ഈ ഡിസൈൻ കൊള്ളൂല. അവർ ഷോ കാണിച്ച് തരും, മനസ്സിലായില്ലേ? അതായത് എങ്ങനെയാണ് ഇത്, നമ്മുടെ ഡിസൈൻ എങ്ങനെയാണ്, ഇതിനുള്ള
ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്ലസ് കൊടുത്താൽ മതി. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ ചുമ്മാ കയറിയിട്ട് പ്ലസ് അടിച്ചിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതാണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഓൾ ഓവർ പ്രിൻ്റ് യൂണിസെക്സ് എന്ന് പറയുന്ന ഒരു ബനിയൻ, അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻസ് എല്ലാം തന്നെ കീപ്പ് കാമിൻ്റെ അവിടെ കീയും താഴെ കാമിൻ്റെ അവിടുത്തെ കാ മാത്രമേ ഉള്ളൂ, CAL മാത്രമേ ഉള്ളൂ. അതൊരു എന്തോന്ന് പറയാൻ കാണാൻ കൊള്ളത്തില്ല. അപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ അതിനെ എടുത്തിട്ട് ഇത് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. പ്ലസ് കൊടുത്തതിന് ശേഷം എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ചുരുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എന്നാൽ എനിക്ക് ഈ ഒരു എന്താ പറയുക പ്രോഡക്റ്റുമായിട്ട് ഇതിനൊരു ഭംഗി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ യൂണിസെക്സിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ കംഫർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലീവ് ഷർട്ട് കൊള്ളാം. അപ്പോൾ നമുക്കൊരു പ്ലസ് ഓപ്ഷൻ ഇട്ടു. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ പ്ലസ് ഓപ്ഷൻ ഇട്ടതിന് ശേഷം നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പോൾ നോട്ട് ബുക്ക് കണ്ടോ, നോട്ട് ബുക്കിന് ഇത് പക്ക കാണാനായിട്ടുള്ള ഒരു പ്രീമിയം ലുക്കുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നതിന് ശേഷം 15 പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് മാക്സിമം സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ എന്താണ്ട് ടൈറ്റിൽ നിങ്ങൾക്ക് ടൈറ്റിൽ അടിക്കണം. അതായത് ഇപ്പം ഞാൻ ഉദാഹരണം നമ്മൾ കീപ് കാം എന്ന് കൊടുത്തതുകൊണ്ട് കീപ് കാം ഇതെന്തെന്ന് ലിമിറ്റഡ് എഡിഷൻ ടീഷർട്ട്. നമ്മൾ ആൾക്കാർക്കൊരു ഇംപ്രഷൻ വരണമല്ലോ. അപ്പോൾ ടീഷർട്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ, എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ നല്ല വൃത്തിയ ഡിസ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഓക്കെ, കീപ് കാം ലിമിറ്റഡ് ടീഷർട്ട്. അതിനുശേഷം ലോഞ്ച് ലിസ്റ്റിംഗ് എന്നുണ്ടാവും. അഡ്വാൻസ്ഡിനകത്ത് ഒന്നുമില്ല ഇത്, കാരണം നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനുള്ള ലിങ്കിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് ഇത് ഈ കാണുന്നത്, ദ ആർട്ട് ഹോളിക്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. അപ്പം ലോഞ്ച് ലിസ്റ്റിംഗ് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അതിലോട്ട് ആയിക്കഴിഞ്ഞു. അത്രയേ ഉള്ളൂ സംഭവം. കണ്ട, പ്രിപ്പയറിങ് യുവർ ലിസ്റ്റിംഗ്. അപ്പോൾ സ്റ്റെപ്പ് 3 of 3 ആയി. നമ്മുടെ പ്രോഡക്റ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, ഈ ഷെയർ URL നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ URL നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് URL നമുക്കിപ്പം ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യിപ്പിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിലോ എല്ലാം അറിയിക്കാം. പിന്നെ ഗെയിമർ ആണെങ്കിലും ഏതായാലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു എന്താ പറയുക ഒരു തീം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാം. അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾ ലേഡീസിൻ്റെയൊക്കെ എൻ്റെ ടീഷർട്ട് എൻ്റെ കണ്ടിട്ടില്ല, എഴുത്തുള്ള ടീഷർട്ട് എനിക്ക് കുറവാണ്. അപ്പം ജസ്റ്റ് ഇവിടെ ഒരു ഫ്രീക്കൻ എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദ ബോയ്സ് ദ ഗേൾസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്രിയേറ്റിവിറ്റി മൈൻഡ്. അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അട്രാക്ഷൻ തോന്നണം, അത്ര കിടിലം ടീഷർട്ട് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഡിസൈനായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെയിലുണ്ടാക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് സെയിലുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ല. കാരണം നിങ്ങൾ ഇത് ഷിപ്പ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ കസ്റ്റമറുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡിസൈൻ മാത്രം ചെയ്താൽ മതി. ക്യാൻവ ഉപയോഗിച്ച് നമ്മളെ ഡിസൈൻ മാത്രം അവർക്ക് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് വേറെ ഒരു പണിയില്ല. നമ്മളൊരു ഡിസൈനറായിട്ടാണ് ഇരിക്കുന്നത്. താഴെ നിങ്ങൾക്ക് ഈ ഓഫർ കോഡും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓഫർ കോഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പൊക്കെ എടുക്കേണ്ടി വരും. അതായത് മാസം നിങ്ങൾക്ക് പൈസ അടയ്ക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും കാര്യമില്ല, മനസ്സിലായില്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് യൂട്യൂബിൽ കണക്ട് ചെയ്യാം, അതായത് ട്വിച്ചിൽ കണക്ട് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ കണക്ട് ചെയ്യാം, ലിങ്ക് ട്രീയിൽ കണക്ട് ചെയ്യാം, ഡിസ്കോഡിൽ, സ്ട്രീം ലാബിൽ എല്ലാത്തിലും കണക്ട് ചെയ്യാം. അപ്പം മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻട്രസ്റ്റ് വഴി ഇതിനെ സെയിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യം ഇതൊന്ന് തുടങ്ങി വയ്ക്കുക. എന്നിട്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഞാൻ അടുത്ത പാർട്ടിൽ പിൻട്രസ്റ്റ് വഴി എങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാഫിക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. എനിക്കും ഒന്നും കിട്ടിയില്ല, നമുക്കൊന്ന് നോക്കി നോക്കാം. കാരണം ഇതൊക്കെ ജെന്യുവിൻ മെത്തേഡ്സ് ആണ്. അതായത് കാര്യം നമ്മൾ ചുമ്മാ ഓരോ റിസ്ക് എടുക്കുന്നതിനെ കണ്ടിട്ട് ഇതാകുമ്പം വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. 100% ജെന്യുവിൻ ആയിട്ടുള്ള സൈറ്റാണ്. നമ്മൾ ഇപ്പം ചുമ്മാ ഡാറ്റ എൻട്രിയും അതിൻ്റെ പുറകെ പോകുന്നതിനെ കണ്ടിട്ട് നമ്മൾ ഒരു സമയം ഒരു 10-15 മിനിറ്റിനകത്ത് നമുക്ക് ഒരു ഡിസൈൻ ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യം പിൻട്രസ്റ്റും നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് എവിടെന്നെങ്കിലും ഇപ്പം ജസ്റ്റ് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ആർട്ടായിട്ടുള്ള ഇമേജൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിനെ പറ്റിയിട്ടും ഞാൻ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.